ഇറാൻ യുദ്ധം അവസാനിച്ചതിനു ശേഷം ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന അബ്രാഹം ഉടമ്പടിയിൽ ചേരാൻ പാകിസ്ഥാനോടും ചില ഇസ്ലാമിക രാജ്യങ്ങളോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിനായി ഒപ്പുവെച്ച ചരിത്രപരമായ കരാറുകളാണ് അബ്രാഹം ഉടമ്പടി. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 2020 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഈ കരാർ ഒപ്പുവയ്ക്കുന്നത്. ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറായിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ ഉടമ്പടിയുടെ ഭാഗമായി UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇസ്രായേലുമായി ഔദ്യോഗികമായി നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ആരംഭിച്ചു. ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാതിരുന്ന അറബ് ലോകത്ത് വലിയൊരു മാറ്റത്തിനാണ് ഈ കരാർ തുടക്കമിട്ടത്. ഇതിൽ UAEയുമായുള്ള കരാറാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ നയതന്ത്ര നേട്ടമുണ്ടാക്കി കൊടുത്തതും. അതേസമയം കഴിഞ്ഞ ശനിയാഴ്ച പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിവിധ അറബ് രാജ്യങ്ങളുമായി ട്രംപ് നടത്തിയ ഉന്നതതല ചർച്ചകളിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഇസ്രായേലിന് ഔദ്യോഗിക അംഗീകാരം നൽകണമെന്നാണ് ട്രംപിന്റെ താൽപര്യം. ട്രംപിന്റെ നിർദ്ദേശം നിരസിച്ചാൽ ഭാവിയിലെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹാം പാകിസ്ഥാനും സൗദി അറേബ്യയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പ്രതിസന്ധിയിലേക്കാകും എത്തിക്കുക. രാജ്യത്തിനകത്ത് ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയോടൊപ്പം അമേരിക്കയെ പിണക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. ഫലസ്തീൻ വിഷയം പാകിസ്ഥാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒന്നാണ്. ഇസ്രായേലിനെ അംഗീകരിക്കുന്നത് രാജ്യത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെയും മതസംഘടനകളെയും പ്രകോപിപ്പിക്കുമെന്നും അത് ആഭ്യന്തര കലാപങ്ങൾക്ക് കാരണമാകുമെന്നും പാക് ഭരണകൂടം ഭയപ്പെടുന്നു. ഫലസ്തീൻ പ്രശ്നത്തെ പാകിസ്ഥാൻ പലപ്പോഴും കശ്മീർ വിഷയവുമായി ഉപമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ വിഷയത്തിൽ നിലപാട് മാറ്റുന്നത് കശ്മീർ കാര്യത്തിൽ ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ എബ്രാഹാം ഉടമ്പടിയിൽ ചേരാനുള്ള നീക്കങ്ങളെ ശക്തമായി എതിർത്തിരുന്നു. ഫലസ്തീൻ ജനതയോട് ക്രൂരത കാണിക്കുന്ന ഇസ്രായേലിനെ അംഗീകരിക്കാൻ തന്റെ മനസാക്ഷി അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും ജയിലിൽ കഴിയുകയാണെങ്കിലും ഇമ്രാൻഖാന് രാജ്യത്തിനകത്ത് വലിയ ജനപിന്തുണയാണുള്ളത്. വിഷയത്തിൽ അമേരിക്കൻ താൽപര്യത്തിനനുസരിച്ച് പോയാൽ അത് ആഭ്യന്തര കലാപത്തിലേക്കാകും വഴിതെളിക്കുകയെന്ന് ഷെരീഫ് ഭരണകൂടത്തിന് നല്ല നിശ്ചയമുണ്ട്. ഇസ്രായേലിനെ അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് നിലവിലെ സർക്കാരെന്ന് ഇമ്രാൻഖാൻ ആരോപിക്കുന്നുണ്ട്. അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കണോ അതോ സ്വന്തം രാജ്യത്തെ ജനവികാരം മാനിക്കണോ എന്ന സങ്കടത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്.